ദക്ഷിണ കൊറിയൻ വ്യോമസേനയുടെ പിഴവ് മൂലം ഒരു സുപ്രധാന സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സ്വന്തം നാട്ടുകാർക്ക് മേലെ തന്നെ ദക്ഷിണ കൊറിയൻ വ്യോമസേന ബോംബുകൾ വർഷിച്ചു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട്. വ്യാഴാഴ്ച വ്യോമസേനയുടെ പരിശീലനത്തിനിടെ ഒരു യുദ്ധവിമാനത്തിൽ KF-16 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ നിന്ന് 8 ബോംബുകൾ അബദ്ധത്തിൽ ഉത്തര കൊറിയൻ അതിർത്തിക്ക് സമീപം വീണു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഉത്തര കൊറിയൻ അതിർത്തിക്ക് ഇപ്പുറമാണ് വീണത്, അതായത് ദക്ഷിണ കൊറിയയിൽ തന്നെയാണ് വീണത്. ഇത് ഉത്തര കൊറിയൻ അതിർത്തിക്ക് അപ്പുറം വീണിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിലുള്ള യുദ്ധത്തിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം യുദ്ധം പൊട്ടിപ്പുറപ്പെടുമായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ ദക്ഷിണ കൊറിയയിലുള്ള ആൾക്കാർക്ക് മേലെ തന്നെയാണ് ഈ ബോംബ് വീണത്. 15 പേർക്ക് ഇതിൽ പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന വിവരം ദക്ഷിണ കൊറിയ പുറത്തുവിട്ടിട്ടില്ല. അപകട വിവരം അറിഞ്ഞതിനെ തുടർന്ന് അപകടം എവിടെയാണ് നടന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിലും അത് വ്യക്തമാക്കാതെ ദക്ഷിണ കൊറിയ ഉരുണ്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉത്തര കൊറിയൻ അതിർത്തിക്കടുത്തുള്ള പോച്ചിയോൺ നഗരത്തിലാണ് അപകടം നടന്നത് എന്ന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതിൽ വ്യക്തതയില്ല എന്നാണ് വേറെ പല മാധ്യമങ്ങളും പറയുന്നത്. എന്തായാലും എല്ലാ ബോംബുകളും വെടിവെപ്പ് പരിധിക്ക് പുറത്താണ് വീണത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്നാണ് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ പറയുന്നത്. ഒരു KF-82 വിമാന യുദ്ധവിമാനത്തിൽ നിന്ന് 8 MK-16 ബോംബുകളാണ് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചത്. അപ്പോഴാണ് സംഭവം നടന്നതെന്നാണ് വ്യോമസേന പറഞ്ഞത്. എല്ലാ ബോംബുകളും നിശ്ചിത ഫയറിംഗ് റേഞ്ചിന് പുറത്താണ് വീണത്. ഭാഗ്യവശാൽ കുറച്ച് സാധാരണക്കാർക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ. വലിയ ദുരന്തമൊന്നും സംഭവിച്ചില്ല. ഇത് മനുഷ്യ അല്ലെങ്കിൽ സാങ്കേതിക പിഴവാണെന്ന് വ്യോമസേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ദക്ഷിണ കൊറിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കാരണം സ്വന്തം ജനതയ്ക്ക് മേൽ തന്നെ ബോംബ് വർഷിക്കുന്ന ഒരു രാജ്യമായി ദക്ഷിണ കൊറിയ മാറി എന്നാണ് അവിടെയുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇരകൾക്ക് നഷ്ടപരിഹാരവും മറ്റാവശ്യമായ നടപടികളും സ്വീകരിച്ചുകൊണ്ടാണ് ദക്ഷിണ കൊറിയ ഈ ഒരു വിഷയത്തെ ഒതുക്കി തീർക്കാനായി ശ്രമിക്കുന്നത്. KF-16 യുദ്ധവിമാനങ്ങൾ തൊടുത്തുവിട്ട MK-82 ബോംബുകൾ ഫയറിംഗ് റേഞ്ചിന് പുറത്ത് അസാധാരണമായി വീണു. ഇത് സാധാരണക്കാർക്ക് നാശനഷ്ടമുണ്ടാക്കിയെന്ന് വ്യോമസേന പ്രസ്താവനയിൽ പറയുന്നു. ഈ അപകടത്തിന്റെ കാരണം അന്വേഷിക്കുന്നതിനും നാശനഷ്ടം വിലയിരുത്തുന്നതിനും ഒരു കമ്മിറ്റി രൂപീകരിക്കും. വ്യോമസേനയുമായി സംയുക്ത അഭ്യാസത്തിലാണ് യുദ്ധവിമാനം പങ്കെടുക്കുന്നത്. സാധാരണക്കാർക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് വ്യോമസേന ക്ഷമ ചോദിക്കുകയും പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ നൽകും എന്നുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രഖ്യാപനത്തിലെങ്കിലും ഈ പ്രതിഷേധം ഒടുങ്ങും എന്നാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയൻ സർക്കാരും വ്യോമസേനയും വിചാരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.